ഹേ ഗായ്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ട്രാവൽ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അതെ ഗായ്സ്, നമ്മളിന്ന് തിരുപ്പതിയിലോട്ട് പോവാണ്. ഹലോ കൂട്ടുകാരെ, എൻ്റെ കണ്ണിൻ്റെ അടിയിൽ നിങ്ങൾ കാണുന്നുണ്ടോ? എന്തോ ഒരു സാധനം വന്ന് കടിച്ചതാണ് ഗായ്സ്. രാവിലെ തന്നെ ഇറങ്ങാൻ നേരം എന്ത് പണിയാണ് കാണിച്ചതെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. അങ്ങനെ എന്തായാലും നമ്മുടെ ട്രെയിൻ വരാനുള്ള സമയത്തിന് അരമണിക്കൂർ ലേറ്റായിട്ട് വന്നിരിക്കുകയാണ്. നമ്മളിന്ന് പോകുന്നത് തിരുപ്പതി എക്സ്പ്രസ്സിലാണ് പോകുന്നത്. ഈ ഇരിപ്പിന് പിന്നിൽ ഞങ്ങൾക്ക് വലിയൊരു കഥയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ട്രെയിൻ ബുക്ക് ചെയ്ത ആൾ നമ്മളെടുത്ത് സമയം പറഞ്ഞിട്ടുണ്ടായില്ല. നമുക്ക് ട്രെയിൻ ടിക്കറ്റ് കിട്ടിയത് ഇന്നലെ രാത്രി. ഞങ്ങൾ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് രാത്രി 11 സംതിങ് ആ ഒരു സമയത്താണ് ട്രെയിൻ എന്നാണ്. പക്ഷെ ശരിക്കും നമ്മൾ രാവിലെ 11 മണിക്കായിരുന്നു നമ്മളുടെ ട്രെയിൻ. നമ്മളിതാരും ശ്രദ്ധിച്ചില്ല. നമ്മൾ ഇന്ന് രാവിലെ എണീറ്റപ്പോഴാണ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രെയിൻ ടിക്കറ്റ് നോക്കിയപ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലായത്. നമ്മൾ രാത്രിയല്ല പോകേണ്ടത്, നമ്മളിപ്പോൾ തന്നെ ഇറങ്ങി ഓടണമെന്ന്. അങ്ങനെ വെകിളി പിടിച്ച് നമ്മൾ തുണിയൊക്കെ എടുത്ത് അടിച്ചു പെറുക്കിയിട്ട് പെട്ടെന്ന് ഓടിക്കേറിയ ട്രെയിനാണിത്. പിന്നെ ഒരു സന്തോഷ വാർത്തയും കൂടി അറിയിക്കാനുണ്ട്. എൻ്റെ അനിയൻ ആദ്യമായിട്ടാണ് ഒരു ലോങ് ട്രിപ്പ്, അതും ട്രെയിനിൽ പോകുന്നത്. അങ്ങനെ നമ്മൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ ലഞ്ച് കഴിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. ഇവിടെ കുറച്ച് നേരം നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ പുറത്തു നിന്ന് പോയി ലഞ്ച് വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പം നമ്മൾ അമ്പലത്തിലോട്ടാണല്ലോ പോകുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ പ്യുവർ വെജിറ്റേറിയൻസ് ആണ് 2 ദിവസത്തേക്ക്. ഇനി നമുക്ക് നമ്മുടെ ട്രെയിനിൽ ഒരു വാട്ട് ഈറ്റിനിടെ ആവാം അല്ലേ. അപ്പോൾ നമ്മളിന്ന് വെജിറ്റേറിയൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വെജ് ബിരിയാണിയിൽ നമ്മുടെ ലഞ്ച് ഒതുക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിത് ഈ ഒരു പുഴയുടെ തീരത്തൂടെ ഇങ്ങനെ ട്രെയിനിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലം നിങ്ങൾക്ക് ഗസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുപോലെ കുറച്ച് കാണാൻ ഭംഗിയുള്ള സ്പോട്ടുകളുണ്ട്. അപ്പം ഞാൻ വീഡിയോസ് എടുത്ത് ആഡ് ചെയ്തതന്നേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ഒന്നും സ്ഥലപ്പേര് പോലും എനിക്ക് അറിയാൻ പാടില്ല. അങ്ങനെ നമുക്ക് ചായയുടെ ടൈം ആയിട്ടുണ്ട്. നമ്മൾ ട്രെയിനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ചേട്ടന്മാരുടെ കയ്യിൽ നിന്ന് 5-6 ചായയും ഇതുപോലെ കുറച്ച് ഉള്ളിവട, പരിപ്പ് വട, പിന്നെ സമൂസ ഇതൊക്കെ വാങ്ങിച്ച് ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ട്രെയിനിലെ ഫുഡിൻ്റെ കാര്യം എല്ലാവർക്കും പറയേണ്ട ആവശ്യമില്ലല്ലോ, അറിയാമല്ലോ. അത്യാവശ്യം ബോറാണ്, എന്നാലും വിശപ്പടക്കണമല്ലോ. ഇനിയും കുറച്ച് പാലക്കാടിൻ്റെ ഭംഗി ആസ്വദിച്ച് നമുക്ക് യാത്ര ചെയ്യാം. ഇതിലെനിക്കൊന്നും പറയാനില്ല, നിങ്ങൾ കണ്ടോളൂ, അത്രേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് കാണാനൊരു രസം തോന്നിയിട്ട് ഞാൻ എടുത്ത വീഡിയോസാണ് കേട്ടോ ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത്. അങ്ങനെ സമയം രാത്രിയായി. രാത്രി ഇങ്ങനെ ഒരു സ്റ്റേഷനിൽ നിർത്തിയിട്ടപ്പോഴാണ് നമ്മൾ ഈ കാണുന്ന ആളെ കണ്ടത്, നമ്മുടെ സ്വന്തം വന്ദേ ഭാരത്. ഞാൻ ആദ്യമായിട്ടാണ് സാധനം ഇത്രയും അടുത്ത് കാണുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഡിന്നർ ടൈം ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ചപ്പാത്തിയാണ്, വെജ് കറിയും ഉണ്ട്. നമ്മൾ ചോറ് മടുത്തത് കാരണം നമ്മൾ ചോറ് വാങ്ങിച്ചില്ല. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ നമ്മളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്, നമ്മളുടെ തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ തിരുപ്പതി റെയിൽവേ സ്റ്റേഷന് തൊട്ടിപ്പുറത്ത് കാണുന്ന വിഷ്ണു നിവാസം എന്ന് പറഞ്ഞിട്ടൊരു ബിൽഡിങ്ങിലാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരുപ്പതി അമ്പലത്തിൽ കയറാനുള്ള ടിക്കറ്റ് കിട്ടും. പിന്നെ ഇവിടെ ഫ്രഷ് ആവാനും അതുപോലെ നമ്മുടെ ലഗേജ് വെക്കാനും ഫുഡ് കഴിക്കാനും ബാത്റൂം യൂസ് ചെയ്യാനൊക്കെ ഉള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളും ടിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടിയാണ് വന്നത്. പക്ഷേ അപ്പോഴാണ് അറിയുന്നത് ഇത് വൈകുന്നേരം 4 മണിക്കേ സ്റ്റാർട്ട് ആവത്തുള്ളൂ. ഇനി ഞങ്ങൾ ചെയ്യാൻ പോയതാണ് ഏറ്റവും വലിയൊരു അബദ്ധം എന്ന് പറയുന്നത്. നിങ്ങളാരും ചെയ്യാൻ പാടില്ലാത്തതുമായ അബദ്ധങ്ങളാണ് ഇനി ഞങ്ങൾ പറഞ്ഞു തരാൻ പോകുന്നത്. അതുകൊണ്ട് ഇനിയും തൊട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഈ ടിക്കറ്റ് എടുക്കണ്ട എന്നൊരു തീരുമാനത്തിലെത്തി. കാരണം ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു രീതി കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വണ്ടി വിളിക്കാനായിട്ട് പുറത്ത് പോയി. അപ്പോൾ ഒരു ജീപ്പ് നമുക്ക് അറേഞ്ചായി കിട്ടിയിട്ടുണ്ട്. അവർ നമ്മളെ കൊണ്ടുപോയി എത്തിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി. ഇവിടുന്ന് അങ്ങോട്ട് നല്ല ചെക്കിങ്ങാണ്. കാരണം നമ്മൾ വണ്ടിയിൽ കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഉൾപ്പെടെ അവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് പോകണം. കാരണം ഇനി അങ്ങോട്ട് നമ്മുടെ അമ്പലത്തിൻ്റെ ഒരു സ്പേസാണ്. പിന്നെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം അവർ നമ്മളെ ഒരു സ്ഥലത്ത് കൊണ്ടിറക്കി. ഇവിടെയാണ് ഇങ്ങനെ തിരുപ്പതിയിലോട്ട് വരുന്നവർക്കൊക്കെ ഉള്ള സ്റ്റേയും കാര്യങ്ങളുമൊക്കെ ഗവൺമെൻറ് തന്നെ അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ ആൾക്കാർ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെ അല്ലാണ്ട് നമുക്ക് പേഴ്സണലി പോയിട്ടൊരു ഹോട്ടൽ റൂമോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇവർ തന്നെ അറേഞ്ച് ചെയ്ത് തരണം. ഇനി നമുക്കൊരു റൂം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ നീണ്ട ക്യൂ കടന്ന് അക്കരെ എത്തിയതിന് ശേഷം അവർ ഒരു എന്താ പറയുക, ഒരു അലോട്ട്മെൻറ്റ് പോലെയൊക്കെയാണ്, ഒരു പേപ്പർ തരും. ആ പേപ്പറിൽ പിന്നെ നമുക്ക് ഫോണിലൊരു മെസ്സേജ് വരും, നിങ്ങൾക്ക് റൂം റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ പോയി പൈസ അടയ്ക്കണം. അങ്ങനെ ഒരു വലിയ പ്രോസസ്സൊക്കെയാണ് ഇതിൻ്റെ പുറകിൽ നടക്കുന്നത്.
അങ്ങനെ ക്യൂ നിന്ന് നേരം വെളുത്തു. ഇനി ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടെ അതിനകത്ത് പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരാൾ പോയാൽ മതി. പ്ലസ് ആധാർ കാർഡ് വേണം, അതും ഒരാളുടേത് മതി. ഈ റൂം എടുക്കാൻ മാത്രമാണ് കേട്ടോ ഒരാളുടേത് മതി എന്ന് പറഞ്ഞത്. പിന്നെ നമുക്ക് ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്യാൻ നമ്മൾ റൂം കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്തിട്ടാണ് ഈ റൂമൊന്നും ശരിയാക്കി കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മളത് കഴിഞ്ഞ ശേഷം വെയിറ്റ് ചെയ്ത് അവസാനം വിശന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാം. അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് റൂം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇവിടെ ANC GNC എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ ബ്ലോക്ക് പോലെയാണ് കിടക്കുന്നത്. അതിനകത്ത് കുറേ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ANC 458 68 എന്തോ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് റൂം കാര്യങ്ങളും അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമാണ്. നമുക്ക് ഒരു ദിവസം ഇത്ര ദിവസത്തെ സ്റ്റേ അല്ലേ ഉള്ളൂ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇനി നമ്മൾ ഫ്രഷപ്പ് ആയതിന് ശേഷം നേരെ അമ്പലത്തിലോട്ട് പോകുമായിരുന്നു. കാരണം നമ്മൾ പ്രത്യേകിച്ച് ടിക്കറ്റും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് എത്ര സമയത്ത് പോകണമെന്നൊന്നുമില്ല, നമുക്ക് അപ്പം തന്നെ ഇറങ്ങിപ്പോയി. അപ്പോൾ നമ്മൾ പോയിട്ട് ആദ്യം കാണിച്ച അബദ്ധം എന്ന് പറയുന്നത് നമ്മൾ ടിക്കറ്റ് എടുക്കാതെ പോയി എന്നുള്ളതാണ്. രണ്ടാമത്തെ അബദ്ധം നമ്മൾ ഫോണും കാര്യങ്ങളും ഒന്നും എടുക്കാതെ പോയി എന്നുള്ളതാണ്. കാരണം ഈ പറയുന്ന പോലെ വലിയ റെസ്ട്രിക്ഷനും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്പലത്തിനകത്തുണ്ട്, അതുവരെ അങ്ങോട്ട് പോകാൻ ഇഷ്ടം പോലെ വഴികളുണ്ട്, മനസ്സിലായോ? അപ്പോൾ ജസ്റ്റ് നമുക്ക് ഉടനെ കയറി അമ്പലത്തിൽ കയറി തൊഴുന്ന ഒരു പരിപാടിയേ അല്ലായിരുന്നു. നമ്മളിതൊന്നും അറിയുന്നില്ലല്ലോ, അങ്ങനെ പറ്റിയ ഒരു അബദ്ധമാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ വീഡിയോസിലൊക്കെ കണ്ടുപോലെ ഞങ്ങൾ വിചാരിച്ചു വെറുതെ പണി വാങ്ങിച്ച് വെക്കണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഫോണോ കാര്യങ്ങളോ ഒന്നും എടുക്കാണ്ട് വെറും കൈയോടെയാണ് പോയത്. ചെരുപ്പ് പോലും ഇടാതെയാണ് പോയത്. അവിടെ ചെന്ന് പെട്ട ഒരു പെടലുണ്ടല്ലോ, എനിക്ക് പറയാൻ വാക്കുകളില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതുപോലെ ഞങ്ങൾ പെട്ടുപോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് ക്യൂ നിന്ന് അകത്ത് കയറാൻ പാകിച്ചപ്പോൾ അവിടെ ഒരു റൂമിനകത്ത് കൊണ്ട് ഞങ്ങളെ പൂട്ടിയിട്ടു ഗൈസ്. ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഫുഡ് തരാനാണെന്ന്. ഫുഡൊക്കെ തന്നായിരുന്നു, പക്ഷേ പിന്നെ ഒരു വിവരവും ഇല്ല. ഞങ്ങൾ തുറന്ന് വിടുന്നില്ല അവിടുന്ന്. പിന്നെ എത്ര മണിക്ക്, രാത്രി ഞങ്ങൾ ചെന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു 11 മണിക്ക് ഞാൻ അമ്പലത്തിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രാത്രി 8 മണിക്കാണ് ആ റൂം തുറക്കുന്നത്. അത്രയും നേരം ഞങ്ങൾ ആ റൂമിനകത്ത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. എന്തിനാണെന്നും ഏതിനാണെന്നും ഒരു പിടുത്തവുമില്ല. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങളെ ഇറക്കി വിട്ടു. പിന്നെയും കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഈ ലഡുവിൻ്റെയൊക്കെ പാസ് അതും ഒക്കെ വാങ്ങിച്ച് വീണ്ടും കുറേ ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു റൂമിനകത്ത് കൊണ്ട് വീണ്ടും പൂട്ടിയിട്ടു. പിന്നെ ഞങ്ങൾ പുറം ലോകം കാണുന്നതെന്ന് പറഞ്ഞാൽ പിറ്റേന്ന് രാവിലെ 9 മണിക്കാണ് പിന്നെ ഞങ്ങളെ തുറന്നു വിടുന്നത്. പിന്നെ നേരെ അമ്പലത്തിൽ കയറി തൊഴുത് ഇറങ്ങുമായിരുന്നു. അപ്പോൾ ഇവിടെ പോകാൻ ഉദ്ദേശിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ടോക്കൺ എടുക്കാതെ പോവുകയേ ചെയ്യരുത്. അതുപോലെ തന്നെ ആധാർ കാർഡും മസ്റ്റായിട്ട് കൊണ്ടുപോയിരിക്കണം. ഒറിജിനൽ ആധാർ കാർഡ് തന്നെ കൊണ്ടുപോകണം. അപ്പോൾ ഇനി പോകാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഇതൊക്കെ ഒന്ന് മൈൻഡിൽ വെക്കുക. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.